ഇന്ത്യയിലെ ഡിജിറ്റൽ അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ആഡ് റവന്യൂ വെറും 7 ദിവസത്തിനുള്ളിൽ ഇല്ലാതാകാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, ഈ വരുന്ന ജനുവരി 21, 2026 മുതൽ ഗൂഗിൾ ആഡ്സ് ഇന്ത്യയിൽ റമ്മി, ഡെയിലി ഫാന്റസി, സ്പോർട്സ് തുടങ്ങിയവയുടെ പരസ്യങ്ങൾ പൂർണ്ണമായിട്ട് നിരോധിക്കുകയാണ്. ഇറ്റ്സ് എ ടോട്ടൽ ബാൻ. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്നൊരു നീക്കുന്ന ചിന്തിക്കുന്നുണ്ടാവും. 2025 പാസ്സായ പ്രോഗ ആക്ട് അഥവാ പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗാംബ്ലിംഗ് ആക്ട് ആണ് ഇതിന് പിന്നില്. ഗൂഗിളിന്റെ പുതിയ ഗാംബ്ലിംഗ് പോളിസി പ്രകാരം ലോക്കൽ നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കണം. അതുകൊണ്ട് ഈ ഹൈ സ്പെൻഡിംഗ് കാറ്റഗറിയെ ഗൂഗിൾ ഒഴിവാക്കുകയാണ്. ഇതൊരു ചെറിയ വാർത്തയല്ല. ഗെയിമിംഗ് ആപ്സ് ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഡ് സ്പെൻഡേഴ്സ്. യൂസർ അക്വസിഷന് വേണ്ടിയിട്ട് ഗൂഗിളിൽ ഒഴുക്കിയിരുന്ന ആ വലിയ ബഡ്ജറ്റ് ഇനി എങ്ങോട്ട് പോകും? ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിലോട്ടും പ്രോഗ്രമാറ്റിക് ആഡ്സിലോട്ടും വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഒരു ഏജൻസി റൺ ചെയ്യുക അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജനുവരി 21 മുൻപ് തന്നെ നിങ്ങളുടെ ക്യാമ്പയിനുകൾ പോസ്റ്റ് ചെയ്യുക. സർട്ടിഫിക്കേഷൻ ഇല്ലാതെ റൺ ചെയ്താൽ ആഡ് അക്കൗണ്ട് സസ്പെൻഡ് ആകും. റിസ്ക് എടുക്കരുത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഷെയർ വിത്ത് യുവർ മാർക്കറ്റർ ഫ്രണ്ട്സ് ആൾസോ. മറ്റൊരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു അവസരം കൂടി ആയിരിക്കും. ഗെയിമിംഗ് കമ്പനികൾക്ക് ഇനി ഗൂഗിളിൽ പരസ്യം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവർ നേരെ മെറ്റാ ആഡ്സിലോട്ടും യൂട്യൂബ് ക്രിയേറ്റേഴ്സിലോട്ടും തിരിയും. സോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ചിലപ്പോൾ ഗെയിമിംഗ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഒന്നുകൂടെ ഡിമാൻഡ് കൂടാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. സോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.